എല്ലാ വിപുലമായ ക്രമീകരണങ്ങളോടും കൂടെ ഒരു വലിയ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്തു വരുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനായി ചെറിയ നിലയിലോ താൽക്കാലികമായോ ചില വാതിലുകൾ തുറന്നാൽ പോരാ. ദൈവം ഒരു വാതിൽ തുറക്കുന്നെങ്കിൽ അത് ബൾക്കായിട്ടുള്ള ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് എനിക്ക് ലഭിക്കേണ്ടത്. ഈ നിലയിൽ ഇന്ന് ജീവിതത്തിൻ്റെ മുൻപിലെ ഒരത്ഭുതത്തിന് വേണ്ടി ചിന്തിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്ന ദൈവ പൈതലേ, നിന്നോട് വ്യക്തിപരമായിട്ട് കർത്താവ് സംസാരിക്കാൻ പോവുകയാണ്. നീ കാത്തിരുന്ന ആ ദൈവിക പ്രവൃത്തിയുടെ ഊഴമിത വന്നു ചേരാൻ പോകുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കേവലം ചെറിയ 1-2 മെഴുകുതിരി നാളങ്ങളുടെ പ്രകാശം പോരാ. ഈ കൂരിരുട്ടിനെ ഇല്ലാതാക്കണമെങ്കിൽ സൂര്യൻ തന്നെ ഉദിക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയുന്ന ചില മനുഷ്യരെ നോക്കിയാണ് ഇന്ന് രാവിലെ ഈ ദൂത് ഞാൻ വിളിച്ചു പറയുന്നത്. ഇപ്പോഴത്തെ നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ചെറിയ നിലയിലുള്ളതായ മാറ്റങ്ങളൊന്നും പോരാ. അതിന് വലിയൊരു അത്ഭുതം തന്നെ, വലിയൊരു വാതിൽ തന്നെ ദൈവം തുറക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചിന്തയാണോ നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ആ വലിയ അനുഗ്രഹത്തെ അനുവദിച്ചു തരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുൻപിൽ തമ്പുരാനൊരുക്കുന്ന ആവേശോജ്വലമായ വലിയ വിടുതലിന് സമയമെത്തിയിരിക്കുകയാൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ പോകുന്ന അവിടുത്തെ ആലോചന കേൾക്കാൻ, നിങ്ങളോടുള്ള വ്യക്തിപരമായ പ്രവചനമെന്തെന്നറിയാൻ കാത്തിരിക്കുന്ന, ഇന്നത്തെ പ്രവചനദൂതിനു വേണ്ടി പ്രാർത്ഥനയോടെ വെയിറ്റ് ചെയ്യുന്ന എല്ലാ സ്നേഹനിധികളായ സഹോദരങ്ങൾക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ആ മഹാനാമത്തിൽ ഇന്നത്തെ പ്രവചനദൂതിലേക്ക് സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം. വിശുദ്ധ റോമാലേഖനം 13-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ തിരുവെഴുത്ത്. ഈ ദൈവിക ആലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആധാരശിലയായി തീരേണ്ടതിന് എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച വളരെ ശക്തിമത്തായ ഒരു ദൈവിക ദൂതാണ് ഈ പറയപ്പെടുന്ന വേദഭാഗം. ഈ തിരുവെഴുത്തിൻ്റെ അവസാനത്തെ വരിയാണ് നിങ്ങളോട് പറയുവാനായി കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്നത്. രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. ഒന്നുകൂടെ ആ വാക്ക് പറയട്ടെ. രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ പ്രത്യാശ നൽകുന്ന അതിശക്തമായൊരു തിരുവെഴുത്തായി ഇത് വചനവഴികളിൽ വിളങ്ങി നിൽക്കുകയാണ്. ഈ ലോകത്തിൻ്റെ കൂരിട്ട് നിറഞ്ഞ അന്ധകാര വ്യവസ്ഥിതിയുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുകയാണ്. നീതി സൂര്യൻ കടന്നു വന്ന് തൻ്റെ ശോഭാപൂർണമായ പുതിയ യുഗത്തിന് ആരംഭം കുറിക്കാൻ പോകുന്നു. കർത്താവിൻ്റെ തേജസ് ഭൂമിയുടെ എല്ലാ കോണിലും വിളങ്ങുന്ന ആ സമയം ആഗതമാകാൻ പോകുന്നു. ഈ ഒരു സ്വർഗീയ പ്രത്യാശയുടെ വെളിപ്പെടലിന് വേണ്ടി സകല സൃഷ്ടികളും ഒരുപോലെ കാത്തിരിക്കുമ്പോൾ, ഇതിനുവേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ദൈവസഭയിലെ ഓരോ പ്രിയ മക്കൾക്കും കർത്താവ് ഈ തിരുവെഴുത്ത് നൽകുമ്പോൾ നിങ്ങളുടെ പ്രത്യാശയുടെ പൂർത്തീകരണം അതിവേഗം നിങ്ങൾ താമസം വിനാ കാണുമെന്നുള്ളതായ സന്തോഷം നമ്മളെ അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ ഭൗതിക ജീവിതത്തിൻ്റെ നിരവധി മേഖലകളിൽ കർത്താവിൻ്റെ കൃപയാലുള്ള ഒരു വിടുതൽ കാണാൻ, ഒരു മാറ്റം ദർശിപ്പാൻ വെയിറ്റ് ചെയ്തിരുന്നവരുള്ള ദൈവത്തിൻ്റെ ആലോചനയായി വചനം ഉയർന്നു നിൽക്കുന്നു. എന്താ കാരണം? നീ പ്രതീക്ഷിച്ച വിടുതലിൻ്റെ സമയം ഇതേ സമാഗതമാകുന്നു. രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. ഇനി നിനക്ക് അധിക ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടില്ല. ഇനിയും ഒരുപാട് സമയം തത്രപ്പെടേണ്ടതായിട്ടില്ല. നീ എക്സ്പെക്റ്റ് ചെയ്ത ആ റിസൾട്ട് നിൻ്റെ ലൈഫിലേക്ക് കർത്താവ് കൊണ്ടുവരികയാണ്. ആഗ്രഹിച്ച മാറ്റത്തിന് നിൻ്റെ ജീവിതം വേദിയാകാൻ പോവുകയാണ്. 6 പ്രാവശ്യം ഒരു മലയുടെ മുകളിൽ, കർമ്മേൽ മലയുടെ മുകളിൽ പ്രാർത്ഥനാനിരതനായിരുന്ന ഏലിയ പ്രവാചകൻ തൻ്റെ ബാല്യക്കാരനെ സമുദ്രതീരത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. കാരണം താൻ പ്രാർത്ഥിക്കുന്നത് ഒരു മഴ പെയ്യുവാനാണ്. കാൽമുട്ടുകൾക്കിടയിൽ ശിരസ് കമിഴ്ത്തി വെച്ചുകൊണ്ട് ഒരു ഗർഭസ്ഥ ശിശുവിനെ പോലെ ചുരുണ്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ 6 തവണയും അയച്ചിട്ടും മടങ്ങി വരുന്ന ബാല്യക്കാരൻ്റെ വാക്കുകൾ കേട്ടിട്ടും പ്രാർത്ഥന നിർത്തുന്നില്ല. 6 തവണ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് മഴയുടെ യാതൊരു ലക്ഷണങ്ങളും കാണുന്നില്ല എന്നാണ്. പക്ഷേ 7ാമത്തെ പ്രാവശ്യം അയാൾ മടങ്ങി വന്ന് പ്രവാചകനോട് പറയുന്നത് ഒരാശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും വാക്കാണ്. കടലിൽ നിന്നും കൈപ്പത്തിയോളം വലിപ്പത്തിലൊരു മേഘം പൊന്തി വരുന്നത് ഞാൻ കണ്ടു. പിന്നീട് പ്രവാചകനായ ഏലിയാവ് പറയുന്നൊരു വാക്കുണ്ട്, ഒരു വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു. ഇന്ന് ഈ ദൈവാലോചന മുമ്പിൽ പ്രാർത്ഥനാനിരതരായിരിക്കുന്ന ഓരോ കുടുംബങ്ങളോടുമുള്ളതായ ദൈവത്തിൻ്റെ സ്വരം ഞാൻ പറയട്ടെ. നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് നീ കാത്തിരുന്ന ദൈവപ്രവൃത്തിയുടെ ഒരു മുഴക്കം എൻ്റെ കാതുകളിൽ ഞാൻ കേൾക്കുന്നുണ്ട്. നഗരവീഥികളിൽ വാഹനങ്ങൾ ഇപ്പോൾ ഒരുപാടുണ്ട്.
പണ്ട് ഇത്ര വിപുലമായ ഗതാഗത സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന നാട്ടിൻപുറങ്ങളിൽ ഒരു വാഹനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഒരു യാത്രികൻ, ദൂരേന്ന് ഹോണടിച്ചു വരുന്ന തൻ്റെ വാഹനം അടുത്തു വരുന്നതിൻ്റെ ശബ്ദം തൻ്റെ കാതുകളിൽ കേൾക്കുന്നത് പോലെ നിൻ്റെ ജീവിതത്തെ ആഴത്തിൽ മാറ്റിമറിക്കുന്ന ദൈവ തേജസ്സിൻ്റെ, ദൈവ മറുപടിയുടെ ഒരു ചൂളം വിളി ഇന്ന് രാവിലെ നിൻ്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് കേൾപ്പിക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് നിൻ്റെ കാതുകളെ ഒന്നുകൂടെ ഒന്നൊന്ന് ട്യൂൺ ചെയ്തേ. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറഞ്ഞ ദൂതുകൾ നിൻ്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു നിനക്കറിയാൻ കഴിയും. വെറുതെ ഒന്നും ഇങ്ങനൊരു വേദഭാഗത്തിൻ്റെ സ്വരം നിങ്ങളുടെ കാതുകളിൽ എത്തുകയില്ല. ഇന്ന് രാവിലെ ഈ ദൂത് നിങ്ങളുടെ ചെവിയിൽ എത്തുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ പറയപ്പെട്ട വാക്കുകൾ യാഥാർത്ഥ്യമാക്കുന്ന ചില അനുഭവങ്ങളെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നൽകി തരിക തന്നെ ചെയ്യും. കേട്ട വാഗ്ദാനങ്ങളെ കൈകൾ കൊണ്ട് സ്പർശിക്കുന്ന സമയത്തിലേക്ക് നിൻ്റെ ജീവിതം കർത്താവിൻ്റെ പൈതലെ പ്രവേശിക്കാൻ പോവുകയാണ്. ഇരുട്ട് മാറുന്നു, വെളിച്ചം വരാൻ പോകുന്നു, പകൽ അടുത്തിരിക്കുന്നു. ഒരു വിജയം ചിലരോട് അടുത്തു വരികയാണ്. വലിയൊരു ഉയർച്ച ചിലരുടെ ജീവിതത്തിൽ അടുത്തു വരികയാണ്. വലിയൊരു ശുശ്രൂഷയുടെ മഹത്വപൂർണമായ ഓപ്പണിംഗ് ചിലരുടെ ലൈഫിനോട് അടുത്തു വരികയാണ്. പ്രാർത്ഥിച്ച് കാത്തിരുന്ന ഒരു മനോഹരമായ ജീവിത അവസ്ഥയിലേക്കുള്ള കാൽവെപ്പ് ചിലരുടെ ലൈഫിൽ അടുത്തു വരികയാണ്. ഇനി വിദൂരതയിലേക്കല്ല, അകലങ്ങളില്ലാതെ തൊട്ടരികിലേക്ക് നടന്നെടുക്കുന്നൊരു ദൈവപ്രവൃത്തിയെ നിങ്ങൾ കാണാൻ പോവുകയാണ്. ദൂരെയാണെന്ന് നിങ്ങൾ കരുതിയത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അരികത്ത്. മുറ്റത്ത് പണ്ടൊക്കെ തുണി വിരിച്ചിട്ടിട്ട് മഴക്കാലത്ത് ഇങ്ങനെ കാത്ത് ശ്രദ്ധിച്ചിരിക്കും മഴയുടെ എന്തെങ്കിലും ലക്ഷണമുണ്ടോ എന്നുള്ള കേൾക്കാൻ. അങ്ങനെ കേൾക്കുന്ന മാത്രയിൽ മാനം ഇരുണ്ടുകൂടുന്ന സമയത്ത് അക്കരം മലയിൽ നിന്നും മഴ പെയ്തെരച്ചു വരുമ്പോൾ തന്നെ മുറ്റത്തുള്ള തുണിയെല്ലാം എടുത്ത് മാറ്റാൻ വേണ്ടി ജാഗ്രതയോടെ നിൽക്കുന്നൊരു വീട്ടമ്മയെ പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തൊട്ടരികത്ത് ദൂരെ നിങ്ങൾ കേട്ടൊരു മുഴക്കം മഴയായി പെയ്തിറങ്ങുന്നത് പോലെ ഒരു ദൈവാത്ഭുതം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ചെറിയ നിലയിലൊന്നുമല്ല ഇന്നത്തെ ദൈവിക പ്രവൃത്തിയെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരു പ്രശ്നത്തെ മാത്രമല്ല, ഒരു കുടുംബത്തിൻ്റെ നിലവിലെ താറുമാറായ മുഴുവൻ അവസ്ഥകളെയും അടിമുടി നവീകരിക്കുന്ന നിലയിലുള്ള ഒരു മാസ് ദൈവപ്രവൃത്തി ഇന്ന് രാവിലെ ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മാത്രയിൽ വെളിപ്പെടുകയാണ്. കാരണം പവർഫുള്ളായ കർത്താവിൻ്റെ കരത്തിൻ്റെ ശക്തി നമുക്കൊന്ന് കാണണം. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ആ ഒരു വലിപ്പം കണ്ട് നമുക്കൊന്ന് ഞെട്ടണം, അതിൽ നമുക്കൊന്ന് സന്തോഷിക്കണം, അത് കണ്ട് നമുക്കൊന്ന് രോമാഞ്ചമണിയണം. ആ നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അതിൻ്റെ തീഷ്ണ ചൈതന്യത്തോടുകൂടെ ഉയർന്നു വരുന്നൊരു സമയമായി ഞാൻ ഈ ദിവസത്തെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവചിച്ചു വെക്കുകയാണ്. ഇതതുപോലെ തന്നെ നിങ്ങളുടെ മേൽ നടക്കും. നീ തളർന്ന് പ്രാർത്ഥിച്ച് വീണുപോയ വിഷയത്തിലും ഇന്ന് നിന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് ബലവാനാക്കി മുന്നോട്ട് നടത്തുന്ന ദൂതന്മാരുടെ സാമീപ്യങ്ങളെ നീ അറിയും. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ഈ ഒരു വാക്കിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുൻപ് ഒരു മഹാദൈവപ്രവൃത്തിയോട് ചില ഭവനങ്ങൾ ബന്ധിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാക്ക് പിന്നെയും 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 പറയുക എന്ന് എന്നെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൈതൊട്ടിരിക്കുന്ന മേഖലകളിൽ, നീ സമർപ്പിച്ചിറങ്ങിയിരിക്കുന്ന ശുശ്രൂഷയിൽ, നീ പ്രാർത്ഥിച്ചയച്ചിരിക്കുന്നതിൻ്റെ തലമുറയുടെ ജീവിതത്തിൽ, നീ പ്രതീക്ഷയുടെ വാക്ക് കൊടുത്തിരിക്കുന്ന ചില ഡീലുകളിൽ ദൈവത്തിൻ്റെ കരത്തിൻ്റെ അപാരമായ സഹായം വെളിപ്പെടുന്ന കാഴ്ച നീ വ്യക്തമായി കാണാൻ പോകുകയാണ്. ആ മഹത്വപൂർണമായ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. എപ്പോഴാണ് രാത്രി കഴിയുന്നത്? രാത്രിയുടെ അവസാനം എപ്പോഴാണ്? അത് സൂര്യൻ ഉദിക്കുമ്പോഴാണ്. പകൽ ഉണ്ടാകുന്നത് സൂര്യോദയത്തോടു കൂടിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ രാത്രിയുടെ നിശബ്ദമായ അവസാനത്തെ മണിക്കൂറിലാണ് നമ്മളായിരിക്കുന്നത്. സൂര്യൻ ഉദിച്ചിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം അതിവിടെ വെളിപ്പെടും. നമുക്കറിയാം, സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്താൻ ഏതാണ്ട് 8 മിനിറ്റോളം യാത്ര ചെയ്യുമെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അത്രമാത്രം പ്രകാശവർഷം അകലെയാണ് ഈ സൂര്യനും ഭൂമിയും തമ്മിൽ നിൽക്കുന്നത്. പക്ഷേ വർഷങ്ങളുടെ അകലമുണ്ടെങ്കിലും, പ്രകാശവർഷങ്ങളുടെ ആ ഗ്യാപ്പ് അതിനകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിലും, ഉദിച്ച സൂര്യൻ്റെ പ്രകാശം എത്തേണ്ടടുത്ത് വരികയും അത് നീക്കേണ്ട അന്ധകാരത്തെ നീക്കുകയും ചെയ്യുന്നത് പോലെ സ്വർഗത്തിൽ നിന്ന് രാവിലെ ഒരു അനുഗ്രഹം നിങ്ങളുടെ ലൈഫിലേക്ക് അയക്കപ്പെടുന്നുണ്ട്. ഏതാനും മിനിറ്റുകൾക്കകം നിങ്ങളുടെ ജീവിതത്തിൽ അത് വന്നു കയറും. കാരണം ബൈബിൾ വ്യക്തമായി
എൻ്റെ കർത്താവായ യേശുവിനെ സൂര്യൻ എന്നാണ് വിളിക്കുന്നത്. മലാക്കി പ്രവചനം 4:2, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് നീതി സൂര്യൻ തൻ്റെ ചിറകിൻ്റെ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. കാത്തിരുന്ന ചില ശാരീരിക വിടുതലുകൾ ഇന്ന് ചില കുടുംബങ്ങളുടെ മേൽ നടക്കുകയാണ്. അവയവങ്ങൾ താറുമാറായി പോയതിനെ ഓർത്ത് ഇനിയും ഭേദമാകത്തില്ലെന്ന് ചിന്തിക്കുന്ന ചില രോഗങ്ങളെ നോക്കി ഞാൻ പ്രവചിച്ചു പറയുന്നു, നീതി സൂര്യൻ്റെ രോഗോപശാന്തിയുടെ മഹാശക്തി നിൻ്റെ അനാരോഗ്യത്തിൻ്റെ ഇരുണ്ട അവസ്ഥയ്ക്ക് മേൽ ഇന്ന് രാവിലെ ശോഭിച്ചുദിച്ചു കയറുകയാണ്. ഒരാരോഗ്യത്തിൻ്റെ പ്രകാശം എന്നെ കേൾക്കുന്ന ചില മനുഷ്യരുടെ ശരീരങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. ഒരു കീമോയ്ക്കും ഒരു റേഡിയേഷനും തരാൻ കഴിയാത്തത്ര മഹത്തരമായൊരു ഭയങ്കര ആരോഗ്യത്തിൻ്റെ പുനഃസ്ഥാപനം ശരീരങ്ങളിൽ നടക്കുന്നു. ഏറ്റവും വീര്യമുള്ള ആൻറ്റിബയോട്ടിക്സ് നിങ്ങളുടെ ശരീരത്തിൽ ഇഞ്ചക്ട് ചെയ്താൽ അത് നൽകുന്നതിനേക്കാളും ശ്രേയസ്സുള്ളൊരു സൗഖ്യധാരണമായ അനുഗ്രഹം നിങ്ങളുടെ ഞരമ്പുകൾക്കകത്ത് ദൈവം ഇതേ പ്രദാനം ചെയ്യുകയാണ്. നിങ്ങളുടെ അസ്ഥികൾ ഇന്ന് രാവിലെ ദൈവം തൊടുന്ന സ്പർശനത്തിന്മേൽ വിടുതലും ശക്തിയും അഭിവൃദ്ധിയും പ്രാപിക്കും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തി ഇന്ന് രാവിലെ നിന്നിലേക്ക് വ്യാപരിക്കുകയാണ്. നിന്റെ ഹോർമോണുകളെ ബാലൻസ്ഡ് ആക്കുന്ന, നിന്റെ രക്തത്തിൻ്റെ ഓരോ കൗണ്ടിനെയും കൃത്യമായ അളവിലേക്ക് എത്തിക്കുന്ന, നിന്റെ ശാരീരിക ആരോഗ്യക്ഷമതയെ കൃത്യമാവണ്ണം യൗവനയുക്ത ശരീരത്തിലേക്ക് എന്ന പോലെ അതിനെ ബലവത്താക്കുന്ന ഒരു ദൈവിക ആരോഗ്യത്തിൻ്റെ വീര്യം നിങ്ങളുടെ മേൽ നിറയുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആ രോഗബന്ധന കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ. അനാരോഗ്യം വ്യാപിച്ചു നിൽക്കുന്ന ജീവിതത്തിൻ്റെ ശാരീരികാരോഗ്യത്തിൻ്റെ കൂരിരുട്ടുകളുടെ മേൽ നീതി സൂര്യൻ്റെ ആരോഗ്യദായകമായ പ്രഭ ഇപ്പോൾ വ്യാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് നിങ്ങളുടെ മേൽ നിറയുകയാണ്. ഒന്ന് പറഞ്ഞേ, നീതി സൂര്യനായ യേശുവിൻ്റെ പ്രകാശത്താൽ എൻ്റെ ശരീരത്തിൽ ഞാൻ ആരോഗ്യത്തെ ഏറ്റെടുക്കുന്നു. ഒന്ന് പറഞ്ഞേ, നീതി സൂര്യനായ യേശുവിൻ്റെ പ്രകാശത്താൽ എൻ്റെ ശരീരത്തിൽ ആരോഗ്യത്തെ ഞാൻ ഏറ്റെടുക്കുന്നു. കാഴ്ചമങ്ങിയ കണ്ണുകളായാലും ചലിക്കാത്ത അവയവങ്ങളായാലും സംയമനം നഷ്ടപ്പെട്ടു പോയ മാനസിക നിലകളായാലും പ്രതീക്ഷയറ്റുപോയ ഏത് അവയവത്തിൻ്റെ പരാജയമായാലും അതിനുമേൽ ഇന്ന് രാവിലെ ഈ ദൂതിൻ്റെ ശക്തിയെ ഒന്ന് പ്രാപിച്ചെടുത്തേ. ഒരു സ്പോഞ്ച് വെള്ളത്തെ ഒപ്പിയെടുക്കുന്നത് പോലെ ഈ ദൂതിനകത്തൂടെ വ്യാപിച്ചിറങ്ങി വന്ന് നിന്നെ പൊതിയുന്ന ദൈവത്തിൻ്റെ സൗഖ്യ ശക്തിയെ നിന്റെ അവയവം കൊണ്ട് നീ ഒന്ന് സാംശീകരിച്ചെടുത്തേ. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ നിറയട്ടെ. താങ്ക് യു ജീസസ്. ആരാ യേശു? നീതി സൂര്യൻ, രോഗശാന്തി നൽകുന്ന സൂര്യൻ. അപ്പോൾ മാറാൻ പോകുന്ന ഒരു രാത്രി, മാറാൻ പോകുന്ന അന്ധകാരം, രോഗാതുരമായിരിക്കുന്ന രോഗത്തോട് പൊരുതിയ നിന്റെ ജീവിതത്തിൻ്റെ ഒരു യുഗം തീരുകയാണ്. ഇനി അത് സൗഖ്യദായകமான സൂര്യശോഭയോടുകൂടെ എഴുന്നേൽക്കാനുള്ള പുതിയ സമയത്തെ നിന്റെ ലൈഫിൽ സൃഷ്ടിക്കുകയാണ്. ഹല്ലേലൂയ. രാത്രിക്ക് അവസാനം കുറിച്ചുകൊണ്ട് ഒരു പുലരിയും നിന്റെ ജീവിതാരോഗ്യ മണ്ഡലത്തിൽ വെളിപ്പെടുകയാണ്. വെളിപ്പാട് പുസ്തകം 22:16 ഇങ്ങനെ പറയുന്നു, ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവുമാകുന്നു. പുലരിയിൽ ഉദിക്കുന്ന ഏറ്റവും വലിയ നക്ഷത്രമാണല്ലോ സൂര്യൻ. ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവുമാകുന്നു. നിൻ്റെ ജീവിതത്തിൻ്റെ രാവുകളെ പ്രകാശമയമാക്കാൻ നിനക്ക് വേണ്ടി ഉദിക്കുന്നത് ഏതോ മേഘപാളികൾക്ക് മറയ്ക്കാൻ കഴിയുന്ന കേവലമായൊരു ചെറിയ അപ്പത്തിൻ്റെ വലിപ്പമുള്ള ചന്ദ്രികയല്ല. ഒരു മേഘങ്ങൾക്കും മറയ്ക്കാൻ കഴിയാത്ത ഈടുറ്റ ശക്തിയോടുകൂടെ ഭൂമണ്ഡലത്തിന് മേൽ കത്തി ജ്വലിച്ചു നിൽക്കുന്ന ഒരു സൂര്യശോഭ പോലെ ഇന്ന് രാവിലെ യേശു നിൻ്റെ ജീവിതത്തിൻ്റെ കൂരിരുട്ടുകൾക്ക് മീതെ വെളിപ്പെട്ടു വരികയാണ്. ദാവീദിൻ്റെ വേര്, ഹല്ലേലൂയ, ദാവീദിൻ്റെ വംശം. ഈ വാക്ക് യേശു പറയുന്നതിന് കാരണമുണ്ട്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം വായിക്കുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും ആർക്കും ഭേദിപ്പാൻ കഴിയാതെ വണ്ണം അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടൊരു പുസ്തകവുമായി ദൈവത്തെ കാണിക്കുന്നുണ്ട്. ആ വെളിപ്പാട്, ആ പുസ്തകം വാങ്ങി അതിലെ മുദ്ര പൊട്ടിച്ച് അതിൽ എഴുത്തു വായിപ്പാൻ ആരാണ് യോഗ്യനെന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്നൊരു ദൂതനെയും അവിടെ പരിചയപ്പെടുത്തുന്നു. യോഹന്നാൻ എന്ന് പറയുന്ന മനുഷ്യൻ നോക്കുമ്പോൾ അതിന് യോഗ്യനായി ആരെയും കാണായികയാൽ അദ്ദേഹം കരയുന്ന മാത്രയിൽ സ്വർഗത്തിലെ എൽഡേഴ്സിൽ ഒരാൾ തന്നോട് പറയുന്നു, കരയണ്ട,
യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ കരത്തിൽ നിന്ന് പുസ്തകം വാങ്ങാൻ, അതിന് മുദ്ര പൊട്ടിപ്പാൻ അല്ലെ എഴുത്തു വായിപ്പാൻ ജയം പ്രാപിച്ചു വന്നിരിക്കുന്നു. നോക്കുമ്പോൾ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു. ആരാണ് ഈ കുഞ്ഞാട്? കർത്താവായ യേശു ക്രിസ്തു. കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ജീവൻ നൽകുന്ന ക്രിസ്തുവിൻ്റെ രൂപം അവിടെ വെളിപ്പെടുകയാണ്. അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ജയം പ്രാപിച്ചു വന്നിരിക്കുന്നവൻ. അവൻ ആര്? അവൻ ദാവീദ് വംശത്തിൻ്റെ വേര്. ആമേൻ. യഹൂദ ഗോത്രത്തിൻ്റെ സിംഹം. ആമേൻ. അവനെ നോക്കിക്കൊണ്ട് സ്വർഗവാസികളെല്ലാം കുമ്പിട്ട് ആരാധിക്കുകയാണ്. ദൈവ കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് നീ അവരെ വിലയ്ക്ക് വാങ്ങി ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിത വർഗവുമാക്കി വെച്ച് അവർ ഭൂമിയിൽ വാഴുന്നു. നമ്മളെക്കുറിച്ച് സ്വർഗം പാടുന്ന പാട്ട്, സ്വർഗത്തിൽ നമ്മളെക്കുറിച്ചുള്ള പാട്ട് സൃഷ്ടിച്ചവനാണ് നമ്മുടെ കർത്താവായ യേശു. സ്വർഗത്തിലും ഭൂമിയിലും ആർക്കും കരഗതമാക്കാൻ കഴിയാത്ത ജയം പ്രാപിച്ചവനാണ് യേശു. ഇന്ന് രാവിലെ ഏത് ബന്ധനങ്ങളെയും നോക്കിക്കൊണ്ട് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു വിളിച്ചു പറയുന്നു, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അത് അവസാനിക്കുകയാണ്. ആർക്കും ഭേദിപ്പാൻ വഴിയാത്ത നുകങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അത് ഒടിഞ്ഞു മാറുകയാണ്. ആർക്കും അഴിക്കാൻ വയ്യാത്ത ചങ്ങലകളെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് ഇന്ന് രാവിലെ അഴിഞ്ഞു വീഴുകയാണ്. ആർക്കും ചെയ്യുവാൻ കഴിയാത്ത ചില മേഖലകളെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു, ജയം പ്രാപിച്ചു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹയായ ക്രിസ്തുയേശുവിനാൽ ഇന്ന് ആ പ്രശ്നത്തിന് പരിഹാരമാവുകയാണ്. ഏത് വിഷയമാണ് നിന്നെ അലട്ടുന്നത്, അതിനുമേൽ ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ ജയമേറ്റെടുക്കുക. അതെ, ജയം പ്രാപിച്ച ദൈവത്തിന്റെ കുഞ്ഞാട് നിന്റെ കൂടെ നിൽക്കുകയാണ്. ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. അന്ധകാരം വ്യാപിച്ചു കിടന്ന ജീവിതത്തിന്റെ കൂരിരുട്ട് മാറ്റിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിൽ ഇന്ന് ഉദിക്കുകയാണ്. ചില കുടുംബങ്ങളുടെ ശാപങ്ങൾ തകരുന്നത് ഞാൻ കാണുന്നു. ആർക്കും പരിഹരിക്കാൻ വയ്യാത്ത ചില വല്ലാത്ത ദോഷങ്ങളിലൂടെ എന്ത് ചെയ്താലും ഗതി പിടിക്കാതെ മുടിഞ്ഞു തകർന്നുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾക്ക് ഇന്നത്തെ ഈ ദൂതന നടുവിൽ അവരുടെ ശരീരങ്ങളുടെ മേൽ തീക്കനലുകൾ ഇടുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന പൊള്ളൽ എത്രമാത്രം വലുതോ അതുപോലെ അവരുടെ ജീവിതത്തിൽ ചിലത് അഴിഞ്ഞു മാറിപ്പോയിട്ട് ദൈവത്തിൻ്റെ അഗ്നിശുദ്ധി അവരുടെ മേൽ നടന്ന് ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ജയം ആ ശരീരങ്ങളുടെ മേൽ, ജീവിതങ്ങളുടെ മേൽ അതിശക്തമാം വിധം സംഭവിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. അത് വെളിപ്പെടുകയാണ്. ശുഭ്രമായ ഉദയ നക്ഷത്രമാണ് യേശു നിന്റെ ജീവിതത്തിൻ്റെ പുതിയ സമയ നിർണയത്തിനായി വെളിപ്പെടുകയാണ്. കഷ്ടകാലമായിരുന്നു പാസ്റ്ററേ എനിക്ക് ഇത്രയും നാൾ. അങ്ങനെ പറഞ്ഞതിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നൊരു മനുഷ്യനോട് ഞാൻ പറഞ്ഞു, നിന്റെ ജീവിതത്തിൻ്റെ കഷ്ടകാലം മാറ്റുന്ന ഒരു നല്ല സമയം നിനക്ക് സൃഷ്ടിക്കുന്ന ഒരു നക്ഷത്രത്തെ ഞാൻ നിന്റെ ജീവിതത്തിൽ വെക്കുകയാണ്. ഏതാ നക്ഷത്രം എന്ന് പുള്ളി ചോദിച്ചു. കാർത്തികയാണോ, രോഹിണിയാണോ, മകീരമാണോ, അശ്വതിയാണോ, ഏതാ ബലമുള്ള നക്ഷത്രം? ഞാൻ പറഞ്ഞു, ആ നക്ഷത്രം നിങ്ങളീ പറഞ്ഞ നക്ഷത്രങ്ങളല്ല, ആ 10-27 നക്ഷത്ര രാശികളിൽ എങ്ങും ഉൾപ്പെടാത്ത പുതിയൊരു നക്ഷത്രത്തെ ഞാൻ തരാം. ആ നക്ഷത്രങ്ങളെയൊക്കെയും പേർ വിളിക്കുന്ന ഒരു മഹാനക്ഷത്രത്തെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്താം. അവനെക്കുറിച്ച് കാണുന്നത് വെളിപ്പാട് 22:16 ആരാണ് ആ നക്ഷത്രം? ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവുമായവൻ. അവനായിരിക്കട്ടെ ഇന്നു മുതൽ നിന്റെ ജീവിതത്തിന്റെ ജാതകം നിർണയിക്കുന്നത്. സ്വീകരിച്ചോളാൻ പറഞ്ഞ യേശുവിനെ അന്ന് രക്ഷപ്പെട്ടു. ജീവിതത്തിന്റെ കഷ്ടകാലങ്ങളിൽ നിന്ന് നിനക്ക് കരകയറാൻ യേശു എന്ന പുതിയ നക്ഷത്രം നിന്റെ ജീവിതത്തിൽ ഒന്ന് ഉദിച്ചാൽ മതി. ആമേൻ. ഇന്ന് രാവിലെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ഞാൻ പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ രാത്രി തീരുകയാണ്, ഒരു പകലിനോട് നീ അടുക്കുകയാണ്. യേശു നിന്റെ ജീവിതത്തിൽ ഇന്ന് രാവിലെ ഉദിക്കാൻ പോവുകയാണ്. കർത്താവായ യേശുവേ, എനിക്കിനി അങ്ങയാലുള്ള തേജസ് വേണമെന്നുള്ള പ്രാർത്ഥന, ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണ പുനരുദ്ധാനങ്ങൾ എൻ്റെ പാപവിമോചനത്തിനും എൻ്റെ ശാപവിമോചനത്തിനും എൻ്റെ രോഗശാന്തിക്കും പിശാചിൻ്റെ സകലവിധമായ അടിമത്തങ്ങളുടെ മേലുമുള്ള എൻ്റെ ജയത്തിനു വേണ്ടിയും എന്നെ മരണത്തിൽ നിന്നുള്ള ശാശ്വത ജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു യേശു ചെയ്തത് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അംഗീകരിച്ച് പ്രാർത്ഥിക്കുന്ന വേളയിൽ ക്രിസ്തു എന്ന നക്ഷത്രം നിങ്ങളുടെ മേൽ ഉദിച്ചു കയറി വരും. ആ നക്ഷത്രം നിങ്ങളുടെ അകത്തുദിച്ചാൽ അതിൻ്റെ ശോഭ നിങ്ങളുടെ മുഖത്ത് വരും. ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഉദിച്ചാൽ അതിൻ്റെ ശോഭയും ചൈതന്യവും നിങ്ങളുടെ അന്തരീക്ഷത്തിൽ ആകമാനം വ്യാപിക്കും. പിന്നെ ഇരുട്ടിന് അവിടെ നിലനിൽപ്പുണ്ടാകുകയില്ല. പ്രൈസ് ദ ലോർഡ്. മൂന്നാമത്തെ തിരുവെഴുത്ത് കിടക്കുന്നത് മത്തായി 17:2 യേശുനാഥൻ തൻ്റെ പ്രിയപ്പെട്ട അരുമ ശിഷ്യന്മാരെയും കൂട്ടി മറുരൂപമലയിലേക്ക് കടന്നുപോയി. രാത്രിയിലാണ് സംഭവം. ആ രാത്രിയിൽ അവിടെ ഒരു കാഴ്ച അവർ കാണുകയാണ്. അവിടുത്തെ വസ്ത്രം ലോകത്തൊരു അലക്കുകാരനെ വലക്കി വെളുപ്പിക്കാൻ കഴിയാതെ വണ്ണം തൂവെള്ളയായി തീർന്നു, ശുഭ്രമായി തീർന്നു. കർത്താവായ യേശുവിൻ്റെ തിരുമുഖം സൂര്യൻ ശക്തിയോടെ ശോഭിക്കുന്നത് പോലെയായിരുന്നു. യേശുവിനെ ഇന്നുവരെ അവർ കണ്ടിട്ടില്ല. ആ രൂപത്തിൽ ആദ്യമായി കാണുകയാണ്. കർത്താവായ യേശു അവരുടെ മുമ്പിൽ ഒരു സൂര്യനായി രൂപാന്തരപ്പെടുന്ന രംഗം
കർത്താവിൻ്റെ പ്രിയ ശിഷ്യന്മാരായ പത്രോസും യാക്കോബും യോഹന്നാനും കണ്ടു. അവർ അതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കേവലം നിർമ്മിത കഥകളെ പ്രസ്താവിക്കുന്നവരായിട്ടല്ല, അവിടുത്തെ മഹിമ കണ്ട സാക്ഷികളായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ആമേൻ. യോഹന്നാൻ ഇങ്ങനെ എഴുതി, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിങ്കിൽ നിന്ന് പുറപ്പെടുന്ന ഏകജാതനായവൻ്റെ തേജസ്സായി തന്നെ കണ്ടു. ആമേൻ. തൻ്റെ ലേഖനങ്ങളിൽ യോഹന്നാൻ ഇങ്ങനെ എഴുതി, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ സ്വന്തം കൈ കൊണ്ട് തൊട്ടതുമായ ജീവൻ്റെ വചനസമിതി ജീവൻ പ്രത്യക്ഷമായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ജീവൻ്റെ ഉദയമാണ് നടക്കുന്നത്. നിൻ്റെ ലൈഫിലെ ചാവാറായ സകലതിനെയും ഇന്ന് രാവിലെ ഇത് ജീവിപ്പിക്കും. നിൻ്റെ തകർന്ന് തരിപ്പണമായ നിൻ്റെ ഫാമിലി ലൈഫിൻ്റെ സന്തോഷം, നിൻ്റെ ഫിനാൻഷ്യൽ ലെവലുകൾ, നിൻ്റെ ബിസിനസ്സുകൾ, നിൻ്റെ മിനിസ്ട്രി, നിൻ്റെ പഠനം, നിൻ്റെ ജോലി മേഖലയിലെ അടുത്ത ലെവലിലേക്കുള്ളതായ അറ്റംപ്റ്റുകൾ, ഓവറോൾ നീ ഒരു പരാജയമായി നിനക്ക് തന്നെ തോന്നുന്ന സകല മേഖലയിലും നിനക്കൊരു ജീവദായക ശക്തിയായി ഇന്നെൻ്റെ യേശു വെളിപ്പെടുകയാണ്. ആമേൻ. വെളിപ്പാട് 21 22 മുതൽ 24 വരെയുള്ളതായ വേദഭാഗങ്ങൾ ഇങ്ങനെയുണ്ട്. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തെക്കുറിച്ചുള്ളതായ ദൈവിക പ്രവചനമാണ്. ആ സെലസ്റ്റിയൽ സിറ്റിയെക്കുറിച്ച്. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനോ ചന്ദ്രനോ ആവശ്യമില്ല. അടുത്ത വാക്ക്, ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിക്കുന്നു. ദൈവ തേജസ്സാണ് അതിനെ പ്രകാശിപ്പിക്കുന്നത്. ദൈവവും കുഞ്ഞാടും അതിൻ്റെ വിളക്കായിരിക്കും. ഏതാ കുഞ്ഞാട്? മുൻപേ ഞാൻ പറഞ്ഞു, കുഞ്ഞാടെന്ന് പറയുമ്പോൾ ആട്ടിൻകുട്ടി എന്ന അർത്ഥത്തിലല്ല, യേശു ക്രിസ്തുവിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവാണ് പുതിയ ദൈവനഗരത്തിൻ്റെ സൂര്യനായി ശോഭിക്കുന്നത്. ഇന്ന് ക്രിസ്തു ശോഭിക്കുന്നത് ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന ജീവിതങ്ങളുടെ മേലാണ്. ഇന്നത്തെ എൻ്റെ വാക്കുകളെ ഞാനിവിടെ പര്യവസാനിപ്പിക്കേണ്ടത് ആവശ്യമായി വരുന്നു. ഇന്നത്തെ ദൈവാലോചനയുടെ മുൻപിൽ കേവലം ഏതോ മെഴുകുതിരിവട്ടങ്ങളല്ല, സൂര്യൻ തന്നെ ഉദിച്ചു കയറാൻ പോവുകയാണ്. കേവലമായ ചില താൽക്കാലിക ആശ്വാസങ്ങളല്ല, അത്ഭുതകരമായ ഒരു വാതിൽ തന്നെ തുറക്കപ്പെടാൻ പോവുകയാണ്. ദാഹിച്ചിരിക്കുന്നവനോട് ഒരു ഗ്ലാസ് വെള്ളം നൽകുന്നത് മനുഷ്യത്വം. എന്നാൽ ആ ദാഹിച്ചിരിക്കുന്നവന് ഒരിക്കലും വറ്റാത്തൊരു കിണർ നൽകുന്നത് ഐശ്വര്യം. എന്നാൽ ദാഹിച്ചിരിക്കുന്നവന് സ്വന്തമായിട്ടൊരു നദി തന്നെ നൽകുന്നത് ദൈവിക ദാനം. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ആവശ്യത്തിൻ്റെ ഒരു ഗ്ലാസ് വെള്ളം വേണോ, ഒരു കിണർ വേണോ, അതൊരു നദി വേണോ? ഇതാ ചോദ്യം. നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അതീതമായി വിളമ്പാനുള്ള ശക്തി അവൻ്റെ കൈക്കൊണ്ടെന്ന് നീ അറിയണം. നീ ആവശ്യപ്പെടുന്നതിലും അധികം വിളമ്പിത്തരാനുള്ള ശക്തി ആ കൈക്കുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം വെളിച്ചം ചോദിച്ച നിനക്ക് വേണ്ടി സൂര്യൻ തന്നെ വരാൻ പോവുകയാണ്, വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. സൂര്യൻ തന്നെ ഉദിച്ചു കയറാൻ പോവുകയാണ്. രാത്രി കഴിയാറായി. ഇരുട്ടിനെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, തീർന്നു നിൻ്റെ കാര്യം, അവസാനിച്ചു നിൻ്റെ സമയം. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല കുടുംബങ്ങളിലും ഇന്നൊരു ഐശ്വര്യം വരാൻ പോവുകയാണ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല വീടുകളുടെ മേലും ഒരു തേജസ് വ്യാപിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളെ ഈ അനോയിൻറ്റിങ്ങിനകത്തുനിന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എനിക്കറിയാം, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്ന ഓരോ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന സമയത്തും അസാധാരണമായ ദൈവ തേജസ്സിൻ്റെ ഒരു ചലനം പലരുടെ ശരീരത്തിൽ നടന്നിട്ടുണ്ട്. ആമേൻ. എന്നോടുകൂടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്ന പലരുടെയും ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ചില വലിയ വിടുതലുകൾ ഇപ്പോൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. യെസ് ലോർഡ്. ഒരു അനോയിൻറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഒരു ദൈവ തേജസ്സിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തവരുണ്ടോ? നിങ്ങൾക്ക് ഈ നിമിഷം എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം. നിൻ്റെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ഗ്ലോറിയസ് മൊമെൻറ്റിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഒരു ഹീലിംഗിലേക്ക് ദൈവം നിൻ്റെ ലൈഫിനെ കൊണ്ടുപോവുകയാണ്. ഒരു പ്രോഫറ്റിക്കൽ ബ്ലെസ്സിങ് നിൻ്റെ മേലെ ഓപ്പൺ ആകാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ജീസസ് 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 ഒന്ന് പറഞ്ഞേ. യേശുവേ, നാഥ, നീതി സൂര്യ, തേജസ്സിൻ്റെ കർത്താവേ, വെളിച്ചങ്ങളുടെ തമ്പുരാനെ, അത്ഭുത പ്രകാശത്തിൻ്റെ ഉടമസ്ഥനെ, പറഞ്ഞേ, വെളിച്ചത്തിൻ്റെ രാജ്യത്തിൻ്റെ അധിപതിയെ, എൻ്റെ ജീവിതം ഞാനിതാ തുറക്കുകയാണ്. എൻ്റെ ജീവിതത്തെ ഈ നിമിഷം മുതൽ പ്രകാശമയമാക്കണമേ. എൻ്റെ ഹൃദയ സിംഹാസനത്തിൽ യേശുവിൻ്റെ രക്തം വാഴട്ടെ. എല്ലാവരും ആ വാക്ക് പറഞ്ഞ്, എൻ്റെ ഹൃദയ സിംഹാസനത്തിൽ യേശുവിൻ്റെ രക്തം തന്നെ വാഴട്ടെ. നീതി സൂര്യൻ ഉദിച്ചു കയറി വരട്ടെ.
ഉദയനക്ഷത്രമാണ് യേശു ഈ നിമിഷം മുതൽ എൻ്റെ ഭാഗ്യജാതകമാകട്ടെ. താങ്ക് യു ജീസസ്. നാസറേനായ യേശുവേ, ആരാധ്യനായ ദൈവപുത്ര, അങ്ങേക്ക് കോടാനുകോടി സ്തോത്രം, 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 സ്തോത്രം. റാഫിന ലഹസേ ധിരിതികൾ ഖമാന റംധനിയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അഭിഷേകത്തിൻ്റെ മഹാശക്തി വെളിപ്പെട്ടു നിൽക്കുന്ന ഈ പ്രത്യേക സമയത്ത് ദൈവത്തിൻ്റെ മഹാശക്തി ഇന്നുവരെ കാണാത്ത ഒരു അതിശയ രൂപത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മേൽ വന്നു ചേരുന്നതിനായിട്ട് സ്തോത്രം. ഇവരുടെ വീട്ടിലേക്ക് ഞാൻ ദൈവ തേജസ്സിനെ അയച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അവസ്ഥകളിലേക്ക് ദൈവത്തിൻ്റെ പ്രകാശത്തിൻ്റെ വാഴ്ചയെ അയച്ചു പ്രാർത്ഥിക്കുന്നു. ഇരുട്ട് വ്യാപിച്ച എല്ലായിടത്തേക്കും സൂര്യശോഭ കടന്നു വന്ന് പ്രകാശം സൃഷ്ടിക്കുന്ന പോലെ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത സാന്നിധ്യം ഇപ്പോൾ തന്നെ ഇവരുടെ ഓരോരുത്തരുടെയും മേലിലേക്ക് അതിശക്തമാവണ്ണം വന്ന് നിറയട്ടെ. കൂരിരുട്ടുകൾ മാറട്ടെ. ജീവിതത്തിൻ്റെ ഇരുട്ടുകൾ, പതനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അതിശക്തമായി നീങ്ങിപ്പോട്ടെ. ഒരു മഹാജയം യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ മേൽ സംഭവിക്കട്ടെ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കെടുതികൾ അവസാനിക്കട്ടെ. ദുരന്തങ്ങൾ മാറിപ്പോകട്ടെ. ശാപങ്ങളുടെ ചങ്ങലകളെ ഞാൻ പൊട്ടിക്കുന്നു ഇൻ ജീസസ് നെയിം. ഐശ്വര്യങ്ങളുടെ പുനഃസ്ഥാപനം ഇവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. അസാധ്യമായ ഒരു നിയോഗം, ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പ്രശ്നത്തിൻ്റെ വിടുതൽ, ആ കാര്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ഇപ്പോൾ എന്നോടുകൂടെ ധൈര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഭൂമിയിൽ ഇനി ഒരിക്കലും നടക്കത്തില്ലെന്ന് നീ കരുതുന്ന ആ വിഷയത്തെ യേശുവിൻ്റെ അത്ഭുത ശക്തിയുള്ള മഹാനാമത്തിൽ അത് സംഭവിക്കട്ടെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുന്ന എൻ്റെ നാക്ക് കൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ലെന്ന് നീ പറയുന്ന വിഷയത്തെ നോക്കി ഞാൻ പറയുന്നു, അത് നടക്കട്ടെ. അത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുമാറാകട്ടെ. കർത്താവേ, ഇവരുടെ ജീവിതത്തിൽ ഇവരിന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത നിലയിലുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ ഇവർ അനുഭവിക്കട്ടെ. ഇത്ര വലിയവനായ യേശുവിനെ ഇവർ ആഴത്തിലൊന്ന് രുചിച്ചറിയട്ടെ. ഇവർ പിടിച്ച വിശ്വാസത്തിൻ്റെ ശക്തി എത്രമാത്രം വലിയതാണെന്ന് ഇവർ ആത്മാവിൽ അറിയട്ടെ, അറിയട്ടെ, അറിയട്ടെ. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞാനിവരെ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കും ഏറ്റവും ശക്തിയുള്ള മഹാനാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥന എൻ്റെ പിതാവ് കേട്ടതിനായിട്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ എപ്പിസോഡ് നീ 1000 തവണ കേൾക്കണം. 1000 തവണ. അതിൻ്റെ ഗുണം നിനക്കുണ്ടാവും. ഈ ശുശ്രൂഷയുടെ ശക്തി പിടിക്കേണ്ടതുപോലെ പിടിച്ചെടുത്താൽ ഇനി നീ പഴയ ജീവിതത്തിൻ്റെ ഇല്ലായ്മയിൽ കിടന്ന് നരകിക്കത്തില്ല. ഇല്ല, ഇല്ല. നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കുന്ന ദൈവശക്തിയുടെ ഒരു ബോംബാണ് ഇതിനകത്തോടെ വന്നേക്കുന്നത്. എടുത്ത് പൊട്ടിക്ക്. ജീവിതത്തിൻ്റെ മേഖലകളിൽ ഈ വിസ്ഫോടനാത്മകമായ ദൈവകൃപയുടെ ശക്തി ഒന്ന് വെളിപ്പെടട്ടെ. രാത്രി തീർന്നു, പകലായി. ഇന്ന് വരെ കാണാത്ത കാഴ്ചകൾ നീ കാണാൻ പോവാ. ഇരുട്ട് മറച്ചിട്ടതൊക്കെ നിനക്ക് മുമ്പിൽ വെളിപ്പെടുകയാണ്. ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, മറവിടങ്ങളിലെ ഗുപ്തനിധികൾ ഈ ക്രിസ്തുവിൻ്റെ തേജസ്സിന് മുമ്പിൽ നീ ദർശിക്കും. നീ അത് പിടിച്ചെടുക്കും. അനവധിയായുള്ള കൃപകൾ നിന്നിലേക്ക് ചൊരിയപ്പെടും. നിൻ്റെ ദേശത്തെന്നല്ല, ഈ രാജ്യത്ത് തന്നെ നീ ആദരിക്കപ്പെടും. ഭയങ്കര ദൈവപ്രവൃത്തിയുടെ സമയത്തിലേക്ക് നമ്മൾ കയറിയിരിക്കുന്നു. ധൈര്യമായിട്ട് ഓടിക്കൂ. ഇനി തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വരത്തില്ല. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നെ ഒരു കാര്യം, ഇത് കേട്ടിട്ട് കയ്യും കഴുകിയങ്ങ് പോയേക്കരുത്. ഒന്നീ വചനം കിട്ടിയാൽ ഗതി പിടിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ, വ്യക്തികൾ വേറെ കാത്തിരിപ്പുണ്ട്.
ഷെയർ ചെയ്യാവുന്ന മാക്സിമം പേരിലേക്ക് ഇതെത്തിക്കണം. ഇന്നും നിൻ്റെ കൈ സുവിശേഷ വേല ചെയ്യട്ടെ. ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.